കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പട്ടണം കേരളം മുഴുവൻ പേരും പ്രശസ്തിയും നേടിയിരിക്കുന്നു. അതിനു പുറകിൽ പല കാരണങ്ങളുമുണ്ട്. കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന പല പ്രശസ്ത വ്യക്തികളും തളിപ്പറമ്പ് സ്വദേശികളാണ്. 5,45,00,000 സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബർ KL ബ്രോ ബിജു ഋത്വിക് തളിപ്പറമ്പിനടുത്ത് മയ്യിൽ സ്വദേശിയാണ്. കേരളത്തിൻ്റെ ജനസംഖ്യയേക്കാൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് നേടുവാൻ അദ്ദേഹത്തിന് സാധിച്ചത് വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികളെയും അതിനു പുറമെ ക്യാപ്ഷൻസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന കർണാടകക്കാരെയും കൂടി ആകർഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചുകൊണ്ടായിരിക്കണം. ബിജു ഋത്വിക്കിൻ്റെ ഭാര്യ കർണാടകക്കാരിയായതുകൊണ്ട് അദ്ദേഹത്തിന് ആ പ്രദേശങ്ങളിൽ നിന്നുള്ള സബ്സ്ക്രൈബേഴ്സിനെ നേടുവാൻ എളുപ്പമുണ്ട്. 2700 വീഡിയോകൾ പ്രസിദ്ധീകരിച്ച ബിജു ഋത്വിക് മനോഹരമായ കുടുംബജീവിതം ചിത്രീകരിക്കുക വഴിയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട യൂട്യൂബറായി മാറിയിട്ടുള്ളത്. അതുപോലെ അറിയപ്പെടുന്ന ഒരു തളിപ്പറമ്പ് സ്വദേശിയാണ് യൂട്യൂബറായ MRS തൊപ്പി. 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അദ്ദേഹത്തിനുണ്ട്. 222ഓളം വീഡിയോകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ 5 കോടി വ്യൂസ് ലഭിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ MRS തൊപ്പി പുറത്തിറക്കിയ പല വീഡിയോകളും വമ്പിച്ച വിവാദങ്ങളുണ്ടാക്കുകയും കേരള പോലീസ് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ചെറുപ്പക്കാരെ മോശമായ ഭാഷ പഠിപ്പിക്കുന്നുവെന്നും സ്കൂൾ കുട്ടികളെ വഴിതെറ്റിക്കുന്നുവെന്നും ആരോപിച്ച് കേരളത്തിലെ യാഥാസ്ഥിക സമൂഹം MRS തൊപ്പിക്കെതിരായി വമ്പിച്ച പടനീക്കം നടത്തിയിട്ടുണ്ട്. എങ്കിലും അത് വിജയിച്ചിട്ടില്ല. സാമ്പ്രദായികമായ മര്യാദകളെയും ഭാഷാ ശുദ്ധിയെയും ചോദ്യം ചെയ്യുന്ന MRS തൊപ്പിയുടെ യൂട്യൂബ് ശൈലി ചെറുപ്പക്കാർക്കിടയിൽ വലിയ വികാരമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. തളിപ്പറമ്പിനടുത്ത് മാങ്ങാട്ടുപറമ്പാണ് MRS തൊപ്പിയുടെ സ്വന്തം നാട്. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സും മുനിസിപ്പാലിറ്റിയുമായ തളിപ്പറമ്പ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരമായി അറിയപ്പെടുന്നു. ഉയർന്ന സാമൂഹ്യബോധമുള്ള തളിപ്പറമ്പ് സ്വദേശികൾ സ്വാതന്ത്ര്യസമരത്തിൽ സജീവമായി പങ്കെടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ വമ്പിച്ച ബിസിനസ് നടക്കുന്ന ഒരു കൊമേഴ്സ്യൽ സിറ്റിയായി തളിപ്പറമ്പ് അറിയപ്പെടുന്നു. തളി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ബ്രാഹ്മിൺ ക്ഷേത്രം എന്നാണ്. പണ്ടുകാലത്ത് തളിപ്പറമ്പ് ഒരു ബ്രാഹ്മിൺ സെറ്റിൽമെൻ്റായി അറിയപ്പെട്ടിരുന്നു. 2000ഓളം ബ്രാഹ്മിൺ കുടുംബങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നു. എന്നാൽ അവരിൽ ഭൂരിഭാഗം പേരും അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ബാംഗ്ലൂർ, ഡൽഹി തുടങ്ങിയ നഗരങ്ങളിലേക്കും താമസം മാറി. ഇപ്പോൾ 45ഓളം ബ്രാഹ്മിൺ കുടുംബങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ശക്തി കേന്ദ്രമായി തളിപ്പറമ്പ് ഇപ്പോൾ അറിയപ്പെടുന്നു. എങ്കിലും മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഇവിടെ നല്ല ശക്തിയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള തളിപ്പറമ്പിൽ UDFകാർ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് മറ്റു ജില്ലയിലുള്ളവർക്ക് അത്ഭുതം തോന്നാറുണ്ട്. എന്നാൽ തളിപ്പറമ്പിലെ മുസ്ലിം ലീഗുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് നേർക്കുനേരെ വെല്ലുവിളി ഉയർത്തുന്ന ശക്തിപ്രകടനം കാഴ്ചവെക്കാൻ മാത്രം ധൈര്യമുള്ളവരാണ്. മലപ്പുറം ജില്ലയിലെ പോലെ സമാധാനവാദികളല്ല തളിപ്പറമ്പിലെ മുസ്ലിം ലീഗുകാർ. അതുകൊണ്ട് അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. കോൺഗ്രസിനാണെങ്കിൽ തളിപ്പറമ്പിനടുത്തുള്ള മലയോര പ്രദേശങ്ങളായ ശ്രീകണ്ഠാപുരത്തും ഇരിട്ടിയും ചെമ്പേരിയിലും ഉയർന്ന സ്വാധീനവുമുണ്ട്. തളിപ്പറമ്പിലെ ജനങ്ങൾക്ക് സഹജമായി തന്നെ ഒരു ഇടതുപക്ഷ സ്വഭാവമുണ്ട്. എങ്കിലും തളിപ്പറമ്പ് അങ്ങാടിയിൽ കൂടുതലും ബിസിനസ്സുകാരും മുതലാളിമാരുമാണ് മേധാവിത്വം പുലർത്തുന്നത്. തളിപ്പറമ്പിലെ കീഴാറ്റൂർ വയൽ പ്രദേശത്തുകൂടി നാഷണൽ ഹൈവേയുടെ ഒരു 6 വരിപ്പാത ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ വമ്പിച്ച ചെറുത്തുനിൽപ്പുണ്ടായി. മുതലാളിമാർക്കും ബിസിനസ്സുകാർക്കും വളരെ വേഗത്തിൽ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോട്ടേക്ക് പോകുവാൻ സഹായിക്കുന്ന ദേശീയപാത കീഴാറ്റൂർ ഭാഗത്തെ ജനങ്ങളുടെ അടിസ്ഥാന ജീവിതം അലങ്കോലപ്പെടുത്തുമെന്ന് ആരും ഗൗനിച്ചില്ല. എന്നാൽ കീഴാറ്റൂർ പ്രദേശത്തുള്ള ജനങ്ങൾ ഒരു സമരം മുന്നോട്ട് വച്ചപ്പോൾ അത് വയൽക്കിളി സമരം എന്നറിയപ്പെടുകയും ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. കുപ്പം, കീഴാറ്റൂർ, കുവോട്, കുറ്റിക്കോൽ ബൈപ്പാസിന് വേണ്ടി 100ഓളം വീടുകൾ ഒഴിപ്പിക്കേണ്ടി വരുമെന്നതും പാടശേഖരം ഗണ്യമായി നശിപ്പിക്കപ്പെടും എന്നുള്ളതും തളിപ്പറമ്പുകാരെ അസ്വസ്ഥരാക്കി. കോൺഗ്രസ് പാർട്ടിയും BJPയും മുസ്ലിം ലീഗും ശക്തമായ സപ്പോർട്ട് ഈ സമരത്തിന് നൽകിയെങ്കിലും അത് വിജയിപ്പിക്കുവാൻ സാധിച്ചില്ല. സുരേഷ് കീഴാറ്റൂർ, നമ്പാടത്ത് ജാനകി തുടങ്ങിയ സമര നേതാക്കൾ കീഴാറ്റൂരിൽ നടത്തിയ പോരാട്ടം മുതലാളിത്തത്തിനെതിരെ സാധാരണക്കാർ നടത്തുന്ന സമരത്തിന് ഒരു മാതൃകയായി ഇന്ത്യ മുഴുവൻ പത്രമാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചു. എന്നാൽ ഇത്രയും വലിയൊരു സമരം നടത്തുവാനുള്ള കരുത്തോ ശക്തിയോ തളിപ്പറമ്പിലെ വലതുപക്ഷക്കാർക്ക് ഉണ്ടായിരുന്നില്ല. തളിപ്പറമ്പിൽ മാത്രമല്ല, കേരളത്തിൽ എവിടെയും വലിയ നിലയിൽ ഒരു സമരം നടത്തുവാൻ 3 വിഭാഗത്തിൽപ്പെട്ടവർ മുന്നോട്ട് വന്നാൽ മാത്രമേ അത് സാധ്യമാവുകയും വിജയിപ്പിക്കുവാൻ കഴിയുകയും ചെയ്യുകയുള്ളൂ. കേരളത്തിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്താൻ കഴിവുള്ള 3 വിഭാഗങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സുന്നികളും RSSകാരുമാണ്. ഈ 3 വിഭാഗങ്ങളും മുൻകൈയെടുക്കാതെ കേരളത്തിൽ ഒരു സമരവും വിജയിച്ചിട്ടില്ല. കോൺഗ്രസും മുസ്ലിം ലീഗും പോലെയുള്ള വലതുപക്ഷ പാർട്ടികൾ ചെറിയ തോതിലുള്ള രാഷ്ട്രീയ ചെറുത്തുനിൽപ്പുകൾ നടത്താറുണ്ടെങ്കിലും വലിയ തോതിൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള സംവിധാനമോ നേതൃത്വമോ അവർക്കൊന്നും ഇല്ല എന്നുള്ളതാണ് ഒരു പരമാർത്ഥം.
പൗരാണികമായ നഗരമായ തളിപ്പറമ്പിന് അടുത്ത കാലത്ത് വമ്പിച്ച മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടുകാലത്ത് തളിപ്പറമ്പിലെ വ്യാപാരം മുഴുവൻ മെയിൻ റോഡിനെ ആശ്രയിച്ചാണ് നിലകൊണ്ടിരുന്നത്. കുഞ്ഞിമൂസാന്റെ സ്റ്റേഷനറി കടയും കേരള സ്റ്റോർ എന്ന രണ്ടാമത്തെ ഒരു സ്റ്റേഷനറി കടയും സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്കാണ് കണ്ണൂർ, തലശ്ശേരി, പയ്യന്നൂർ ബസ്സുകൾ നിർത്തിയിരുന്നത്. അതുപോലെ രജിസ്റ്റർ ഓഫീസിന് സമീപത്താണ് ശ്രീകണ്ഠാപുരം, ആലക്കോട് ബസ്സുകൾ നിർത്തിയിരുന്നത്. എന്നാൽ ഹൈവേ വന്നതോടുകൂടി തളിപ്പറമ്പിലെ വികസനം മുഴുവൻ ഹൈവേയിലേക്ക് മാറുകയും പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയതോടുകൂടി മെയിൻ റോഡിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയും ചെയ്തു. പഴമക്കാരുടെ മനസ്സിൽ ഇപ്പോഴും തളിപ്പറമ്പ് മെയിൻ റോഡും രജിസ്റ്റർ ഓഫീസ് പരിസരവുമാണ്. എന്നാൽ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ മനോഹരമായ രജിസ്റ്റർ ഓഫീസ് കെട്ടിടം പൊളിച്ചു മാറ്റുകയും അവിടെ ഒരു പുതിയ രജിസ്ട്രാർ ഓഫീസ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പഴയ കെട്ടിടങ്ങൾ സംരക്ഷിക്കുവാനുള്ള അവബോധം മലയാളികൾക്ക് പൊതുവെ കുറവായതുകൊണ്ട് ഇത്തരത്തിൽ പീരിയഡ് ബിൽഡിംഗ്സ് നശിപ്പിക്കപ്പെടുന്നതും നഗരങ്ങളുടെ വ്യക്തിത്വം ഇല്ലാതാക്കുന്നതും കേരളത്തിൽ സാധാരണമായിട്ടുണ്ട്. തളിപ്പറമ്പിലും അതുതന്നെയാണ് സംഭവിച്ചത്. കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിൽ സ്വാമി ആധുനികവൽക്കരണം നടത്തിയപ്പോൾ സ്വിച്ച് ബോർഡുകളും ഇലക്ട്രിക്കൽ ഫിറ്റിങ്ങുകളും പൂർണ്ണമായി മാറ്റി പുതിയ രീതിയിലുള്ളവ ഘടിപ്പിച്ചുവെങ്കിലും വാതിലുകളും ജനലുകളും മേൽക്കൂരയും അതേപടി നിലനിർത്തി പഴമയുടെ സൗന്ദര്യം സംരക്ഷിക്കുവാനാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോഴും കാഞ്ഞങ്ങാട്ട് ആനന്ദാശ്രമം മനോഹരമായ ഒരു ആശ്രമമായി നിലകൊള്ളുന്നത്. അതുപോലെ കാസർഗോഡ് തായലങ്ങാടി ജുമാ മസ്ജിദ് പുതുക്കിപ്പണിതപ്പോൾ പഴയ മാതൃകയിൽ തന്നെ പുതിയ കെട്ടിടം ഉണ്ടാക്കുകയാണ് അവർ ചെയ്തത്. പുറമേ നിന്ന് നോക്കുമ്പോൾ പഴയ കെട്ടിടം തന്നെയാണ് അവിടെ ഉള്ളത് എന്ന് തോന്നിപ്പിക്കുന്ന, എന്നാൽ അകത്ത് ആധുനികമായ സൗകര്യങ്ങളുള്ള ഒരു ജമാഅത്ത് പള്ളിയാണ് കാസർഗോഡ് തായലങ്ങാടിക്കാർ ഉണ്ടാക്കിയത്. എന്നാൽ കാസർഗോട്ടുകാരുടെയും കാഞ്ഞങ്ങാട്ടുകാരുടെയും അത്ര ബുദ്ധി തളിപ്പറമ്പുകാർക്ക് ഇല്ലാത്തതുകൊണ്ട് ഇത്തരത്തിൽ പീരിയഡ് ബിൽഡിംഗ്സിനെ സംരക്ഷിക്കുവാനും പഴയ രജിസ്റ്റർ ഓഫീസ് പൊളിച്ചു കളയുമ്പോൾ അതേ മാതൃകയിൽ ഒരു കെട്ടിടം അവിടെ ഉണ്ടാക്കുവാനുമുള്ള താല്പര്യം ഇവിടെ ആരും മുന്നോട്ട് വച്ചിരുന്നില്ല. ഇപ്പോൾ തളിപ്പറമ്പ് നഗരത്തിന്റെ മുഖച്ഛായ തന്നെ ഹൈവേയുമായി ബന്ധപ്പെട്ടാണ് കാണുവാൻ പറ്റുന്നത്. തളിപ്പറമ്പിലേക്ക് വരുന്ന ആളുകൾ ആദ്യം ശ്രദ്ധിക്കുന്നത് മനോഹരമായ ലൂർദ് ഹോസ്പിറ്റൽ കെട്ടിടമാണ്. പണ്ട് കോട്ട് റോഡിൽ ദേവസ്യ ഡോക്ടർ തുടങ്ങിയ ചെറിയ കെട്ടിടത്തിൽ നിന്ന് ലൂർദ് ഹോസ്പിറ്റൽ വളരെ വളർന്നു കഴിഞ്ഞു. സാധാരണക്കാരായ രോഗികൾക്ക് ചെറിയ ചെലവിൽ ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമായി ദേവസ്യ ഡോക്ടർ തളിപ്പറമ്പിൽ വലിയ പേരും പ്രശസ്തിയും നേടിയിരുന്നു. ഇപ്പോൾ തളിപ്പറമ്പിലെ പ്രധാനപ്പെട്ട എല്ലാ റെസ്റ്റോറൻറ്റുകളും ഹൈവേ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലത്ത് പ്ലാസ റെസ്റ്റോറൻറ്റും ബദരിയ റെസ്റ്റോറൻറ്റും മാത്രമായിരുന്നു ഹൈവേയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഡസൻ കണക്കിന് പുതിയ റെസ്റ്റോറൻറ്റുകളും കോഫി ഷോപ്പുകളും ഹൈവേയിൽ ഉയർന്നു വന്നു കഴിഞ്ഞു. മനോഹരമായ ബേക്കറികളും തളിപ്പറമ്പിൻ്റെ എല്ലാ ഭാഗത്തും ഇപ്പോൾ കാണാൻ പറ്റും. ചില ബേക്കറികളിൽ ബിരിയാണി പോലും ലഭിക്കുന്നുണ്ട്. സ്വന്തമായി ഒരു ലഘുഭക്ഷണം തളിപ്പറമ്പുകാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതാണ് മുട്ടയപ്പം. മുട്ട ചേർക്കാത്ത മുട്ടയുടെ ആകൃതിയിലുള്ള ഒരു പലഹാരമാണ് മുട്ടയപ്പം. അരച്ചെടുത്ത പച്ചരി ഉപ്പ് ചേർത്ത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് മുട്ടയപ്പം. എന്നാൽ പ്രത്യേക വൈദഗ്ധ്യമുള്ളവർക്ക് മാത്രമേ മുട്ടയപ്പം ഉണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ. തളിപ്പറമ്പിന് പുറത്ത് കണ്ണൂരിലും കോഴിക്കോടും കൊച്ചിയിലുമൊക്കെ മുട്ടയപ്പം ലഭിക്കുമെങ്കിലും അതിന് ഇത്ര രുചി ഉണ്ടാവുകയില്ല. എന്താണ് മുട്ടയപ്പം എന്നറിയാത്ത കോഴിക്കോട്ടുകാരും മലപ്പുറത്തുകാരും അതിൽ മുട്ട ചേർക്കുകയും ചെയ്യും. എന്നാൽ തളിപ്പറമ്പിലെ മുട്ടയപ്പം വീടുകളിൽ ഉണ്ടാക്കി ഹോട്ടലുകളിൽ സപ്ലൈ ചെയ്യുന്നതാണ്. നല്ല മുട്ടയപ്പം ഉണ്ടാക്കാൻ അറിയുന്നവർ തളിപ്പറമ്പിൽ തന്നെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. രാവിലെ 4 മണിക്ക് തളിപ്പറമ്പ് ടൗണിൽ എത്തിയപ്പോൾ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് റെസ്റ്റോറൻറ്റിൽ മുട്ടയപ്പവും ഗ്രീൻ പീസ് കറിയും റെഡിയായിരുന്നു. ഹോട്ടലിനുള്ളിൽ വിശാലമായ ഇരിപ്പിടങ്ങളും ജ്വലിച്ചു നിൽക്കുന്ന ട്യൂബ് ലൈറ്റുകളും 4 മണിയെ പട്ടാപ്പകൽ പോലെ ആക്കി മാറ്റിയിട്ടുണ്ട്. കുഞ്ഞിമംഗലം സ്വദേശി നാസർക്കയാണ് ചായ ഉണ്ടാക്കുന്നത്. ധാരാളം ലഘുപലഹാരങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സമയത്താണ് പ്രവർത്തിക്കുന്നത്? 24 അവർ പ്രവർത്തിക്കുന്നത്. എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവുക? രാത്രിയിലുണ്ട് അൽഫാമുണ്ട്, അപ്പം പൊള്ളിച്ചുണ്ട്, അപ്പം മിക്സ് ഉണ്ട്, ബീഫിൽ ചിക്കൻ 65, വെറൈറ്റി ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, പിന്നെ നെയ്പ്പത്തിലുണ്ടാവും, ചൂട് നെയ്പ്പത്തിൽ പൊറോട്ട, അപ്പം. അതുപോലെ പൂക്കോത്തുനടയിൽ നിന്ന് ഡ്രീം പാലസ് ഓഡിറ്റോറിയത്തിലേക്കുള്ള റോഡിൽ സ്റ്റേറ്റ് ബാങ്കിന്റെ എതിർവശം കേരള കഫേ കഞ്ഞിയും കൈപ്പക്ക കൊണ്ടാട്ടവും പപ്പടവും പച്ചമുളകും 40 രൂപയ്ക്ക് കൊടുക്കുന്നു. 10 രൂപയ്ക്ക് പായസവും കൊടുക്കുന്നുണ്ട്. ബിരിയാണിയും നെയ്ച്ചോറും കഴിച്ച് ആരോഗ്യം മോശമാക്കുന്നതിനേക്കാൾ കഞ്ഞി കുടിക്കാൻ താല്പര്യമുള്ളവർ തളിപ്പറമ്പിൽ വർദ്ധിച്ചു വരികയാണ്. ഈ കഞ്ഞിക്കടയിൽ ലഭ്യമായ വിഭവങ്ങളെക്കുറിച്ച് കടയുടെ ഉടമസ്ഥൻ പ്രഭാകരേട്ടൻ മലബാർ മാഗസിനോട് സംസാരിച്ചു. പപ്പടം, ഒരു പച്ചമുളക്, കോഴി, ഇതൊക്കെയാണ് മെയിൻ ഐറ്റംസ്. താങ്ക് യു.
തളിപ്പറമ്പ് നഗരത്തിൽ അടുത്ത കാലത്തായി വമ്പിച്ച വികസനം നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് മന്ന ടൗൺഷിപ്പും പാലക്കുളങ്ങര പ്രദേശവും. മന്നയിൽ നിന്ന് തൃച്ചംബരത്തിലേക്കുള്ള റൂട്ടിൽ ടെൻഡർ കഫേ മികച്ച കൂൾ ഡ്രിങ്ക്സ് നൽകുന്നു. മനോഹരമായ ജുമാ മസ്ജിദ് മന്ന ജംഗ്ഷനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മന്ന റോഡിൽ കരീം ഖാന്റെ തട്ടുകട 42 വർഷം പഴക്കമുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അതുപോലെ മന്നയിലെ മക്കാം ധാരാളം തീർത്ഥാടകരെ ആകർഷിക്കുന്നു. വിശാലമായൊരു കോമ്പൗണ്ടിൽ വള്ളിപ്പടർപ്പുകളും വലിയ മരങ്ങളും നിറഞ്ഞ ഈ മക്കാം വളരെ ഫോട്ടോജനിക്കാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ ഈ മക്കാമിലേക്ക് സിയാറത്ത് നടത്തുകയും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മന്ന ജംഗ്ഷനിലെ ഗ്രാൻഡ് സിത്താര ഹോട്ടൽ വളരെ പോപ്പുലറായ ഒരു റെസ്റ്റോറൻ്റാണ്. മുട്ടയപ്പവും മലേഷ്യൻ രുചികളുള്ള കറികളും ഇവിടെ ലഭിക്കും. തളിപ്പറമ്പ് ടൗണിൽ ഒരു ചെറിയ ഇന്ത്യൻ കോഫി ഹൗസ് ബ്രാഞ്ചുണ്ട്. അതിനു പുറമെ മാങ്ങാട്ടുപറമ്പിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് സദൃശമായ ഒരു വലിയ കെട്ടിടത്തിൽ മറ്റൊരു ഇന്ത്യൻ കോഫി ഹൗസ് പ്രവർത്തിക്കുന്നുണ്ട്. 35 രൂപയ്ക്ക് ചെന്നാ മസാലയും 55 രൂപയ്ക്ക് ഉച്ചഭക്ഷണവും ഇവർ നൽകുന്നു. ധർമ്മശാലയിൽ തന്നെ മോട്ടൽ ആരാം കേരള ഗവൺമെൻറ് നടത്തുന്ന ഒരു ലോഡ്ജാണ്. ധാരാളം പാർക്കിംഗ് സൗകര്യം ഇവിടെയുണ്ട്. അതുപോലെ കണ്ണൂർ റോഡിൽ മറ്റനേകം റെസ്റ്റോറൻറ്റുകളും ലോഡ്ജുകളും കൺവെൻഷൻ സെൻ്ററുകളും പൗരാണികമായ മുസ്ലിം പള്ളികളുമുണ്ട്. തളിപ്പറമ്പിലെ പല ക്ഷേത്രങ്ങളും ഇന്ത്യ മുഴുവൻ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും അറിയപ്പെടുവാൻ തുടങ്ങിയിട്ടുണ്ട്. തളിപ്പറമ്പിലെ ശ്രീ രാജരാജേശ്വര ക്ഷേത്രം കാണുവാൻ വേണ്ടി ശ്രീലങ്കയുടെ രാഷ്ട്രപതി പോലും ഇവിടെ എത്തിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി കുമാരി ജയലളിത ഈ ക്ഷേത്രത്തിലെ ഒരു സ്ഥിരം സന്ദർശകയായിരുന്നു. എങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് നൽകേണ്ട ബഹുമാനം തളിപ്പറമ്പുകാർ അവർക്ക് നൽകിയിരുന്നില്ല. ചീഫ് മിനിസ്റ്റർ ജയലളിത തളിപ്പറമ്പിൽ വന്നപ്പോൾ ഹൈവേയിൽ വാഹനം നിർത്തി ഭക്ഷണം കഴിക്കുകയും ദീർഘസമയം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുകയും ചെയ്തു. ഒരു മുഖ്യമന്ത്രിയുടെ പരിഗണന നൽകാതെ നാട്ടുകാർ പോലീസിൽ പരാതി നൽകുകയും തളിപ്പറമ്പിലെ ഡിവൈഎസ്പി 25ഓളം വാഹനങ്ങൾ ഉണ്ടായിരുന്ന അവരുടെ വാഹനവ്യൂഹത്തെ ഭീഷണിപ്പെടുത്തി ഓടിച്ചുവിടുകയും ചെയ്തു. അന്യായം ആര് കാണിച്ചാലും അതിനെ എതിർക്കുവാൻ തളിപ്പറമ്പുകാർക്ക് പ്രത്യേകിച്ച് ഒരു ധൈര്യമുണ്ടെന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ അറിയപ്പെടുന്ന തളിപ്പറമ്പിലെ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം മലയാള ഗാനങ്ങളിൽ പോലും ഇടം പിടിച്ചിട്ടുണ്ട്. കൊല്ലാകൊല്ലങ്ങളിൽ ഇവിടെ ഒരു ഉത്സവവും നടക്കാറുണ്ട്. മന്ന ജംഗ്ഷനിലൂടെ കടന്നുപോകുന്ന ഈ ഉത്സവജാഥയിൽ ഗോവിന്ദ ഗോവിന്ദ എന്ന് മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദം തളിപ്പറമ്പിൻ്റെ ഒരു പ്രതീകമായി മാറിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും പഴയ മുസ്ലിം സെറ്റിൽമെൻറ്റുകളിൽ ഒന്നായി തളിപ്പറമ്പ് അറിയപ്പെടുന്നു. മനോഹരമായ തളിപ്പറമ്പ് ജുമാ മസ്ജിദ് ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ധാരാളം മദ്രസകളും ദർഗകളും അറബിക് കോളേജുകളും തളിപ്പറമ്പിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. കുവത്തുൽ ഇസ്ലാം അറബിക് കോളേജ് തളിപ്പറമ്പിലെ ഏറ്റവും വലിയ സുന്നി വിദ്യാഭ്യാസ കേന്ദ്രമാണ്. തളിപ്പറമ്പിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ആലക്കോട്, ശ്രീകണ്ഠാപുരം, ചെമ്പേരി തുടങ്ങിയ പ്രദേശങ്ങൾ അറിയപ്പെടുന്ന ക്രിസ്ത്യൻ സെറ്റിൽമെൻറ്റുകളാണ്. ധാരാളം ക്രിസ്ത്യൻ പള്ളികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ഈ ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്നു. പണ്ടുകാലത്ത് തളിപ്പറമ്പ് നഗരത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധി തന്നെ കിഴക്ക് ഭാഗത്ത് നിന്ന് ധാരാളം കാശുമായി വരുന്ന മലയോര കർഷകരുടെ ഷോപ്പിംഗ് മൂലമായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി ആലക്കോട്, ശ്രീകണ്ഠാപുരം തുടങ്ങിയ നഗരങ്ങൾ വമ്പിച്ച വളർച്ച നേടുകയും തളിപ്പറമ്പിലേക്ക് മലയോര കർഷകർ വരുന്നത് കുറയുകയും ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ തളിപ്പറമ്പിൽ ധാരാളം ഗൾഫ് പണം എത്തിയതുകൊണ്ട് മലയോര കർഷകരുടെ ബിസിനസ്സിൻ്റെ മേലെയുള്ള ആശ്രിതത്വം ഇപ്പോൾ തളിപ്പറമ്പിനെ കുറക്കുവാനും സാധിച്ചിട്ടുണ്ട്. തളിപ്പറമ്പിൽ എവിടെ നോക്കിയാലും മനോഹരമായ ലോഡ്ജുകളും ആധുനികമായ സൗകര്യങ്ങളുള്ള ടൂറിസ്റ്റ് ഹോമുകളും കാണാൻ പറ്റും. ഒരു താലൂക്ക് ആസ്ഥാനം മാത്രമായ തളിപ്പറമ്പിൽ ഇത്രയധികം ലോഡ്ജുകൾ ഉണ്ടാക്കിയത് എന്തിനാണെന്ന് എല്ലാവർക്കും ചോദിക്കാനുണ്ടാകും. വമ്പിച്ച ബിസിനസ് നടക്കുന്ന തളിപ്പറമ്പിൽ ധാരാളം ബിസിനസ് സന്ദർശകർ വരുന്നുണ്ട് എന്നുള്ളതാണ് ലോഡ്ജുകളുടെ സാന്നിധ്യം കാണിക്കുന്നത്. അതുപോലെ ഹിന്ദു തീർത്ഥാടകരും രാജരാജേശ്വര ടെമ്പിളും തൃച്ചംബരം ശ്രീകൃഷ്ണ ടെമ്പിളും കാണുവാൻ വേണ്ടി ദൂരദിക്കുകളിൽ നിന്ന് ഇവിടെ താമസിക്കുന്നുണ്ട് എന്നും നാം മനസ്സിലാക്കുന്നു. അതിനു പുറമെ ധാരാളം തട്ടിപ്പ് ബിസിനസ്സുകൾ നടക്കുന്ന ഒരു സ്ഥലമായി തളിപ്പറമ്പ് അറിയപ്പെടുന്നു. അതുകൊണ്ട് ബ്ലാക്ക് മാർക്കറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകളും ഇവിടെ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ ആടുകളെ വളർത്തി പണം ഇരട്ടിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പണ്ട് തളിപ്പറമ്പിൽ വ്യാപകമായ തട്ടിപ്പ് അരങ്ങേറിയിരുന്നു. നാണക്കേട് ഭയന്ന് പലരും സത്യം പുറത്തു പറയാതെ ആ വിവാദം കെട്ടടങ്ങിയപ്പോൾ തമിഴ്നാട്ടിൽ തേക്ക് കൃഷി നടത്തി പണം സമ്പാദിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് വീണ്ടും ഒരു തട്ടിപ്പ് അരങ്ങേറി. അങ്ങനെ ആട്, തേക്ക്, മാഞ്ചിയം, ഷെയർ മാർക്കറ്റ് ഇങ്ങനെ പലതരത്തിൽ തട്ടിപ്പുകൾ അരങ്ങേറിയ ഒരു പ്രദേശമായി തളിപ്പറമ്പ് അറിയപ്പെടുന്നു.
ഇപ്പോഴും തട്ടിപ്പുകാരെ സ്വാഗതം ചെയ്യുന്ന ഒരു സമീപനം തളിപ്പറമ്പിലുണ്ട്. എളുപ്പത്തിൽ പണം സമ്പാദിക്കാമെന്നും പണം ഇരട്ടിപ്പിക്കാമെന്നും പറഞ്ഞ് പുതിയ പദ്ധതികളുമായി വരുന്നവർക്ക് തളിപ്പറമ്പിൽ നല്ല സ്വീകരണമാണ് ലഭിക്കുന്നത്. ആട് തട്ടിപ്പിൽ കൂടി 10 ലക്ഷം രൂപ നഷ്ടപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത് തേക്ക് തട്ടിപ്പിൽ വീണ്ടും അത്ര തന്നെ നിക്ഷേപിക്കുകയും അതിനുശേഷം മാഞ്ചിയം തട്ടിപ്പിലും ഷെയർ മാർക്കറ്റ് തട്ടിപ്പിലും സമാനമായ തുകകൾ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പല തളിപ്പറമ്പുകാർക്കും മുന്നോട്ട് വെക്കാനുണ്ട്. വലിയ കാറുകൾ യാത്ര ചെയ്യുകയും കോട്ടും സൂട്ടും കൂളിംഗ് ഗ്ലാസും ധരിക്കുകയും ചെയ്യുന്ന ബിസിനസ്സുകാരെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവം തളിപ്പറമ്പുകാർക്കുണ്ട്. 5 ലക്ഷത്തോളം ആളുകൾ തളിപ്പറമ്പ് നഗരത്തിൽ താമസിക്കുന്നു. തളിപ്പറമ്പ് നഗരത്തിൻ്റെ മധ്യഭാഗം വളരെയധികം അർബനൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിലും പ്രാന്തപ്രദേശങ്ങളായ കുപ്പവും കുറ്റിക്കോലും ഏഴവമും മുയ്യവും മനോഹരമായ ഗ്രാമപ്രദേശങ്ങളാണ്. ഇപ്പോഴും ധാരാളം പച്ചപ്പുള്ള പ്രദേശങ്ങൾ തളിപ്പറമ്പിന് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കൂടുതൽ കെട്ടിടങ്ങളും വികസനവും വരുന്നത് തളിപ്പറമ്പ് ടൗണിൽ മാത്രമായതുകൊണ്ട് ചുറ്റുഭാഗത്തുമുള്ള കുന്നിൻ പ്രദേശങ്ങളും പുഴകളും മനോഹരമായ ഗ്രാമങ്ങളും വികസനത്തിൻ്റെ വെപ്രാളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ തളിപ്പറമ്പുകാർക്ക് സാധിച്ചിട്ടുണ്ട്. വെള്ളിക്കീൽ പാലം പോലെയുള്ള മനോഹരമായ പിക്നിക് സങ്കേതങ്ങൾ സന്ദർശിക്കുവാൻ തളിപ്പറമ്പുകാർ താല്പര്യമെടുക്കുന്നു. പട്ടുവത്തിനടുത്തുള്ള ഈ മനോഹരമായ പ്രദേശത്ത് വൈകുന്നേരം മോട്ടോർ സൈക്കിളുകളിൽ ചെറുപ്പക്കാർ വരികയും 1-2 മണിക്കൂർ ചെലവഴിക്കുകയും ചെയ്യുന്നു. കുറ്റിക്കോലിൽ നിന്ന് പട്ടുവ വഴി തളിപ്പറമ്പിലേക്കുള്ള മനോഹരമായ റോഡ് ഇപ്പോഴും വാഹനമോടിക്കുവാൻ ഹരമുള്ള ഒരു സ്ഥലമായി നിലനിൽക്കുന്നു. വൈകുന്നേരം 6 മുതൽ 7 വരെ ഇവിടെ ധാരാളം ഫാമിലികളും വരാറുണ്ട്. അതുപോലെ തളിപ്പറമ്പിനടുത്ത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ധാരാളം തീർത്ഥാടകരെ ആകർഷിക്കുന്നു. ശനിയാഴ്ചയും ഞായറാഴ്ചയും വമ്പിച്ച തിരക്കുള്ള ഒരു അമ്പലമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. ഇവിടെ ഒരു വാട്ടർ തീം പാർക്കും സ്നേക്ക് പാർക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ സന്ദർശകർക്കും സൗജന്യമായി ഉച്ചഭക്ഷണവും ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ നൽകുന്നുണ്ട്. പുഴുങ്ങിയ ചെറുപയറും തേങ്ങാപ്പൂളും ചായയുമാണ് ബ്രേക്ക്ഫാസ്റ്റിന് നൽകുന്നത്. അതുപോലെ പാലക്കയം തട്ട് പോലെയുള്ള മനോഹരമായ എക്സ്കർഷൻ പോയിന്റുകളും തളിപ്പറമ്പിലുണ്ട്. കേരള ഗ്രന്ഥശാല സംഘം നടത്തിയ ഒരു പഠനത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകളുള്ളത് തളിപ്പറമ്പിലാണ്. എണ്ണിയാൽ തീരാത്ത ലൈബ്രറികളും വായനശാലകളും ഇവിടെയുണ്ട്. ഇക്കാര്യത്തിൽ 1-ാം സ്ഥാനം തളിപ്പറമ്പ് താലൂക്കിനാണെന്ന് കേരള ഗ്രന്ഥശാല സംഘം കണ്ടുപിടിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഉയർന്ന നിലയിലുള്ള തളിപ്പറമ്പുകാർ കലാമേഖലയിലും സംഗീത മേഖലയിലും നൃത്തമേഖലയിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കഥകളി പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ തളിപ്പറമ്പ് റിക്രിയേഷൻ ക്ലബ്ബ്, സ്വിമ്മിംഗ് പൂൾ പോലെയുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമായി തളിപ്പറമ്പ് അറിയപ്പെടുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ബ്രാഞ്ച് ക്യാമ്പസ് മാങ്ങാട്ടുപറമ്പിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ പെരിയാരം മെഡിക്കൽ കോളേജും വിശാലമായ ഒരു ക്യാമ്പസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കരിമ്പം അഗ്രികൾച്ചറൽ ഫാം 120 വർഷം മുമ്പ് ബ്രിട്ടീഷുകാരനായ സർ ചാൾസ് ബാർബർ ഉണ്ടാക്കിയതാണ്. 56 ഏക്കറിൽ പരന്നുകിടക്കുന്ന ഈ കൃഷിത്തോട്ടം ഒരു ബയോഡൈവേഴ്സിറ്റി സെൻ്ററാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ധാരാളം ശാസ്ത്രകാരന്മാർ ഇവിടെ ഗവേഷണ ആവശ്യത്തിന് വരാറുണ്ട്. തെങ്ങും കൊക്കോയും കുരുമുളകും സപ്പോട്ടയും ഇവിടെ ധാരാളമായി കൃഷി ചെയ്യുന്നു. ചുരുങ്ങിയ നിരക്കിൽ നാട്ടുകാർക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കുവാനും കരിമ്പം അഗ്രികൾച്ചറൽ ഫാമിന് സാധിക്കുന്നുണ്ട്. അറിയപ്പെടുന്ന അനേകം ഹൈസ്കൂളുകളും തളിപ്പറമ്പിലുണ്ട്. മനോഹരമായ സിദി സാഹിബ് ഹൈസ്കൂൾ മന്ന ജംഗ്ഷനിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ പൗരാണികമായ മൂത്തേടത്ത് ഹൈസ്കൂൾ തളിപ്പറമ്പ് നഗരത്തിൻ്റെ മധ്യത്തിലാണ് നിലകൊള്ളുന്നത്. ആലക്കോട് റോഡിലാണ് ഉയർന്ന റിസൾട്ട് കൈവരിക്കാൻ സാധിക്കാറുള്ള ടാഗോർ വിദ്യാനികേതൻ സ്ഥാപിച്ചിട്ടുള്ളത്. തളിപ്പറമ്പിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനം കരിമ്പത്തുള്ള സർ സെയ്ദ് കോളേജാണ്. മീഡിയ വിദഗ്ധൻ ജോൺ ബ്രിട്ടാസും സിനിമാ നടി നിഖില വിമലും രാഷ്ട്രീയ നേതാവ് കുഞ്ഞാലിക്കുട്ടിയും സർ സെയ്ദ് കോളേജ് ഉൽപ്പന്നങ്ങളാണ്. ധാരാളം പാഠ്യേതര പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥാപനമായി സർ സെയ്ദ് കോളേജ് അറിയപ്പെടുന്നു. ഇവിടുത്തെ അധ്യാപകരിൽ ഖലീൽ ചൗവയെ പോലെയുള്ള ഫോട്ടോഗ്രാഫർമാരും PT അബ്ദുൽ അസീസ് മാഷെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നു. വള്ളത്തോളിൻ്റെ പേരക്കുട്ടി അനിൽ വള്ളത്തോൾ ഇവിടെ മലയാളം അധ്യാപകനായിരുന്നു. ഊർജ്ജതന്ത്രം അധ്യാപികയായ നഫീസ ബേബി അറിയപ്പെടുന്ന NSS ഓർഗനൈസറാണ്. സർ സെയ്ദ് കോളേജിലെ സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകനായ കുട്ടിക്കൃഷ്ണൻ പിന്നീട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലറായി മാറുകയുണ്ടായി. അതുപോലെ ഇംഗ്ലീഷ് അധ്യാപിക ലിനു MKയും കോമേഴ്സ് അധ്യാപിക റംസീന അസീസും കെമിസ്ട്രി അധ്യാപിക സരയു ജയദേവനും
അറബിക് അധ്യാപകൻ VK ഷാജഹാനും ഇവിടെ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിലെ അധ്യാപകർ കൂടുതലും കമ്മ്യൂണിസ്റ്റ് പോഷക സംഘടനയായ AKPCTA പ്രവർത്തകരാണ്. കോളേജിലെ വിദ്യാർത്ഥികളും മാനേജ്മെൻറ്റും UDF അനുകൂലികളാണെങ്കിലും അധ്യാപകർക്കിടയിൽ ഇടതുപക്ഷത്തിന് വമ്പിച്ച സ്വാധീനമുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കുത്തിച്ചെലുത്തുവാനും SFIയെ പ്രോത്സാഹിപ്പിക്കുവാനും AKPCTA ശ്രമിക്കുന്നുവെന്ന് ഒരാരോപണം UDFകാർക്ക് ഇടയിലുണ്ട്. AKPCTA ഒരു ഭീകര സംഘടനയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ AKPCTA അധ്യാപകർ അത്ര വലിയ രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ളവരോ കുഴപ്പക്കാരോ ആകുവാനുള്ള സാമർഥ്യം ഉള്ളവരല്ല. സ്കൂൾ അധ്യാപകരുടെ ഇടതുപക്ഷ സംഘടനയായ KSTA കുറെ കൂടി രാഷ്ട്രീയ ബലപ്രയോഗം നടത്തുവാൻ പലപ്പോഴും സാധിക്കാറുണ്ട്. ലൈബ്രറിക്കുള്ളിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയും അക്കാദമിക്കായി കാര്യങ്ങളെ നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു ആൾക്കൂട്ടമാണ് AKPCTA എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരാണെങ്കിലും SFIക്കാരെയും DYFIക്കാരെയും നിയന്ത്രിക്കുവാനോ സപ്പോർട്ട് ചെയ്യുവാനോ ഉള്ള സംഘടനാ ബലമോ സാമർഥ്യമോ AKPCTAക്കാർക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു നഗ്ന യാഥാർത്ഥ്യം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെ സീനിയറായ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ AKPCTA ഒരു ഭീകര സംഘടനയായി അവതരിപ്പിച്ചത് അദ്ദേഹത്തിന് ഈ സംഘടനയെക്കുറിച്ച് ഒരു ചുക്കും അറിയാത്തത് കൊണ്ടാണെന്ന് നാം അനുമാനിക്കേണ്ടി വരും. കേരളത്തിലെ പല ക്യാമ്പസുകളിലും നാം കാണുന്നത് SFIക്കാരുടെ അതിസാഹസികമായ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ വായും പുലർന്ന് നോക്കി നിൽക്കുന്ന AKPCTA അധ്യാപകരെയാണ്. SFIക്കാർക്ക് അധ്യാപകരുടെ യാതൊരു മാർഗനിർദ്ദേശവും ആവശ്യമില്ല. കാരണം AKPCTയുടെ 10 ഇരട്ടി ശക്തിയുള്ള ഒരു വലിയ സംഘടനയാണ് SFI. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിൻ്റെ ചുറ്റുപാട് ഒരു മുസ്ലിം സാംസ്കാരിക കേന്ദ്രമായി ഉയർന്നു വന്നു കഴിഞ്ഞു. ബദരിയ നഗർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രദേശത്ത് ധാരാളം സുന്നി സ്കൂളുകളും മദ്രസകളും അൽ മക്കർ അൽ സുന്നി അൽ അറബിയ തുടങ്ങിയ സ്ഥാപനങ്ങളും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കൂടുതലായി ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ബദരിയ നഗർ സ്വദേശികൾ സമ്പന്നരായി കണക്കാക്കപ്പെടുന്നു. തളിപ്പറമ്പിലെ ജനങ്ങൾ ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റുകാരാണ്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരാണ്, അല്ലെങ്കിൽ BJPക്കാരാണ്. നിഷ്പക്ഷനായ ഒരു തളിപ്പറമ്പുകാരനെ കണ്ടുപിടിക്കാൻ വേണ്ടി മലബാർ മാഗസിൻ വലിയ ശ്രമം നടത്തി. ഈ അന്വേഷണം അറിയപ്പെടുന്ന പ്രാസംഗികനും എഴുത്തുകാരനും ചിന്തകനുമായ ഖാലിദ് തളിപ്പറമ്പിൽ എത്തിച്ചേർന്നു. തളിപ്പറമ്പ് നഗരത്തിന് അടുത്ത കാലത്തുണ്ടായ വമ്പിച്ച വളർച്ചയുടെ കാരണം പല സമുദായങ്ങൾ തമ്മിൽ സഹിഷ്ണുതയോടെ ഇടപെടാൻ തുടങ്ങിയതും ഇടുങ്ങിയ ചിന്താഗതികൾ ഉപേക്ഷിച്ചതുമാണെന്ന് ശ്രീ ഖാലിദ് തളിപ്പറമ്പ് മലബാർ മാഗസിനോട് അഭിപ്രായപ്പെട്ടു. ഇപ്പോഴും സ്വാർത്ഥ താല്പര്യങ്ങളും സങ്കുചിത മനോഭാവവും തളിപ്പറമ്പിലുണ്ടെന്നും എന്നാൽ അവ ബിസിനസിനെ ബാധിക്കാതെ നോക്കുവാനുള്ള സാമർഥ്യം തളിപ്പറമ്പുകാർക്കുണ്ടെന്നും ശ്രീ ഖാലിദ് തളിപ്പറമ്പ് അഭിപ്രായപ്പെട്ടു. പയ്യന്നൂർ നഗരം ഒരു സാംസ്കാരിക പശ്ചാത്തലം വളർത്തിയെടുത്തപ്പോൾ തളിപ്പറമ്പ് നഗരം ബിസിനസ്സിൽ അധിഷ്ഠിതമായ ഒരു കച്ചവട സംസ്കാരം പടുത്തുയർത്തിയതാണ് അടുത്ത കാലത്ത് വമ്പിച്ച സമൃദ്ധി ഉണ്ടാവാൻ കാരണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലിബറൽ ചിന്താഗതിക്കാരായ തളിപ്പറമ്പുകാർ എണ്ണത്തിൽ കുറവാണെങ്കിലും ഇവിടെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ ഒരുമിച്ച് നിർത്തുവാനും ഒരു ബിസിനസ് ബന്ധം ഉണ്ടാക്കിയെടുക്കുവാനും ലിബറൽ കാഴ്ചപ്പാടുള്ളവർക്ക് സാധിക്കുന്നുണ്ടെന്ന് ശ്രീ ഖാലിദ് തളിപ്പറമ്പ് കൂട്ടിച്ചേർത്തു. എല്ലാ വിഭാഗക്കാരെയും ഒരുമിച്ച് നിർത്തുവാനും പൊതു താല്പര്യമുള്ള കാര്യങ്ങളിൽ സഹകരിക്കുവാനും ലിബറലായ ഒരു കാഴ്ചപ്പാട് ആവശ്യമാണെന്ന് അദ്ദേഹം മലബാർ മാഗസിന് നൽകിയ ഇന്റർവ്യൂവിൽ ചൂണ്ടിക്കാട്ടി.